അവിടെ ദേവരാജന്റെ ആളുകൾ അവന്റെ താവളത്തിലേക്ക് സ്കൂളിലെ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് സ്കൂളിലെ കുട്ടികൾക്ക് മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്നവരെ കുറിച്ച് വിവരം നൽകിയതിനെ തുടർന്ന് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അവനെ നിർബന്ധിച്ചവർ അത് ഉപയോഗിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അകത്തെ പൂജാമുറിയിൽ ദേവരാജൻ പ്രാർത്ഥനയിലും പൂജകളിലുമാണ്. പുറത്തെ ബഹളങ്ങളെല്ലാം കേട്ട് ചെവിയിൽ വിരൽ വെച്ച് മനുഷ്യനെ കുറച്ചു നേരം സമാധാനമായി പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ദേവരാജൻ അവരുടെ അരികിലേക്ക് എഴുന്നേറ്റ് ചെല്ലുകയാണ്. അവർ പിടിച്ചുകൊണ്ടുവന്ന പയ്യന്റെ അരികിലേക്ക് ചെന്ന് എന്താടാ മോനെ, എന്താ വേണ്ടതെന്ന് ദേവരാജൻ ചോദിക്കുന്നുണ്ട്. എന്നെ വിടാൻ പറയണം സാറേ, ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാന്ന് അവന്. എടാ മോനെ, അതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കണ്ടേ? ഈശ്വരൻ സഹായിച്ച് നിങ്ങൾ കുറച്ച് മലയാളി കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു. അതിൽ കുറച്ച് ചില കുട്ടികൾ ഇങ്ങനെ സന്തോഷം കണ്ടെത്തും. അവരെ ഒറ്റുക എന്ന് പറഞ്ഞാൽ നാടിനെ ഒറ്റുന്നതിന് തുല്യമല്ലേ മോനെ? അത് ശരിയാണോന്ന് ദേവരാജൻ ചോദിക്കെ എന്നെ വിട് സാറേ, എനിക്ക് വീട്ടിൽ പോണമെന്ന് അവനും. പറഞ്ഞു വിടാം, നിന്നെ കൊല്ലാനോ ഉപദ്രവിക്കാനോ കൊണ്ടുവന്നതല്ല. ഈ അങ്കിൾ അങ്ങനെയുള്ള ആളല്ല എന്ന് പറഞ്ഞ് കതിരേശനെ വിളിച്ച് അതിങ്ങെടെന്ന് പറയുന്നുണ്ട് ദേവരാജൻ. കതിരേശൻ അയാൾ പറഞ്ഞ സാധനം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ദേവരാജൻ അത് വാങ്ങി സിറിഞ്ചിൽ നിറയ്ക്കാൻ തുടങ്ങുക. അത് കാണേ അവനും അയ്യോ വേണ്ട സാർ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേവരാജൻ വീണ്ടും എടാ മോനെ, അങ്കിൾ വലിയ ഈശ്വരവിശ്വാസിയായത് ഇവന്റെ സഹായം കൊണ്ടാ. ഒരു ദിവസം ഇവനെ അങ്ങനെ കുത്തിക്കറ്റി 10 മിനിറ്റ് ഒറ്റയ്ക്കിരുന്നപ്പോ അങ്കിളിന് മനസ്സിലായി ഈ പ്രപഞ്ചം മായയാണെന്നും പോയ ജന്മത്തിൽ ഞാൻ ആരായിരുന്നുവെന്നും എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നുവെന്നും ആരൊക്കെ ഞാനുമായി ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും കണക്ട് ആണെന്നും ഒക്കെ പിടികിട്ടി. അങ്ങനെയുള്ള ഒന്നിനെ എന്തിനാടാ കണ്ണാ നീ വേണ്ടെന്ന് വെക്കുന്നത് എന്ന് ചോദിച്ച് തന്റെ ആളുകൾ പിടിച്ചുവെച്ച അവന്റെ ദേഹത്തേക്ക് ആ സിറിഞ്ച് കയറ്റാൻ ഒരുങ്ങുകയാണ് ദേവരാജൻ. ആ സമയത്താണ് സബ് കളക്ടറും കൂട്ടരും കാറിൽ ചീറിപ്പാഞ്ഞ് ദേവരാജന്റെ താവളത്തിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും സബ് കളക്ടറായ വേദ തന്റെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങോട്ട് ഇറങ്ങി വന്ന ദേവരാജനും വേദയെ കണ്ട് അമ്മേ ഭഗവതി എന്ന് പ്രാർത്ഥിച്ച് ഷോ ഓഫ് ആണല്ലോ എന്ന് കൂടെയുള്ള തന്റെ ആളുകളോട് പറയുമ്പോഴേക്കും വേദയും കൂട്ടരും ദേവരാജന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ദേവരാജൻ വേദയോടെ പറയുന്നുണ്ട്, മാഡം ഇവരെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പുറപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് വിവരവും കിട്ടി. അപ്പോൾ തന്നെ ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്ന് ദേവരാജൻ പറയുമ്പോഴേക്കും അവരുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. കൂടെയുള്ളയാൾ അതെടുക്കാനായി പോകുമ്പോഴേക്കും നാരായണ ഇതിനെയാണ് ഈശ്വരന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ഫോണൊന്ന് നോക്കിയ മാഡം, മാഡത്തിനുള്ളതാണെന്ന് ദേവരാജൻ പറയുക. മുകളിൽ നിന്നുള്ള ആ വിളി കേട്ട് വേദയും പറയുന്നുണ്ട്, നടക്കില്ല സാർ, ഇവിടെ നടക്കുന്നതെല്ലാം ഞാനൊരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം മീഡിയ തീരുമാനിക്കട്ടെ. ശരിയെന്ന് തമിഴിൽ പറഞ്ഞ് വേദ കോൾ കട്ട് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ഓഫീസറോടായി എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറയുന്നുണ്ട് വേദ. അപ്പൊ സബ് കളക്ടർ ഒരുങ്ങി തന്നെയാണല്ലേ എന്ന് ദേവരാജനും ചോദിക്കുക. ഒരു പുഞ്ചിരിയോടെ ദേവരാജനെ ഒന്ന് നോക്കി വേദ മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ ഡ്രഗ്സ് പാക്ക് ചെയ്യുന്നവരെല്ലാം പിടികൂടി. അവർ പിടിച്ചു വെച്ചിരിക്കുന്ന പയ്യനെയും അവന്റെ ഫ്രണ്ട്സിനെയും എല്ലാം വേദയും കൂട്ടരും താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് പോവാൻ തുടങ്ങവേ ദേവരാജൻ അവളുടെ കയ്യിൽ പിടുത്തമിടുകയാണ്. സംശയത്തോടെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ദേഷ്യത്തോടെ ദേവരാജന്റെ കവള താഞ്ഞടിക്കുന്നുണ്ട് വേദ. അപ്പോഴേക്കും റെയ്ഡിനായി എക്സൈസുകാരും അങ്ങോട്ടെത്തുകയാണ്. വേദയവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്, ഗോഡൌൺ മുഴുവൻ റെയ്ഡ് ചെയ്തേക്കണം, മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തിരിക്കണം, എതിർത്താൽ എന്ന് പറഞ്ഞ് ദേവരാജനെ ഒന്ന് നോക്കി ഷൂട്ട് ദം എന്ന് നിർദ്ദേശം നൽകി വേദ എവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ വേദ നേരെ എത്തുന്നത് വീട്ടിലേക്കാണ്. പുറത്ത് കാറ് കിടക്കുന്നത് കണ്ട് തരുൺ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് വേദ ഉറപ്പിക്കുക. അവൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ലിവിംഗ് റൂമിൽ തന്നെ സേതുലക്ഷ്മിയും തരുണും ഇരിപ്പുണ്ട്. അവളെ കണ്ട് സേതുലക്ഷ്മി എഴുന്നേറ്റ് ചെന്ന് എന്ത് പണിയെ മോളെ നീ കാണിച്ചത് എന്ന് ചോദിക്കേ എന്താമ്മേ എന്ന് വേദയും ചോദിക്കുക. അത് കേട്ട് തരുണും ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാ എക്സൈസിനെയും പോലീസിനെയും കൂട്ടി റെയ്ഡിന് പോയത്? അതെന്റെ ഡ്യൂട്ടി അല്ലേ എന്ന് വേദയും. എന്റെ മോളെ, ഇത്ര റിസ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോ? റെയ്ഡ് നടത്താൻ എക്സൈസും പോലീസും ഒക്കെ ഇല്ലേ? സബ് കളക്ടർ നേരിട്ട് ചെല്ലണമെന്നുണ്ടോ എന്ന് സേതുലക്ഷ്മി ചോദിക്കുന്നു. തരുണും അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ വേദയുടെ ജോലിയിലോ സ്വാതന്ത്ര്യത്തിലോ ഇടപെടുന്നതല്ല, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യവുമല്ല. വേദയ്ക്കും താല്പര്യമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തുകൂടായിരുന്നോ എന്നവൻ ചോദിക്കുക. അവൾ ഒരു സെക്ഷൻ പറഞ്ഞ് അത് തരുണിന് ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിക്കുക. ശരിയാണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ വേദയ്ക്ക് റെയ്ഡിനുള്ള അധികാരമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ഇൻഫോം ചെയ്യുന്നതിൽ എന്താ തെറ്റ്? എക്സൈസ് കമ്മീഷണർ പോലും എന്നെ വിളിച്ചു ചോദിച്ചു എന്ന് തരുൺ പറയേ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ 100% സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഒരു കുട്ടിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞു. എത്രയും പെട്ടെന്ന് റെസ്ക്യൂവും റെയ്ഡും വേണമായിരുന്നു. അറിയിക്കാനോ അനുവാദം കാത്തു നിൽക്കാനോ ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. അതിന് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പേ അവര് വിവരം അറിഞ്ഞേനെ. ഇതിപ്പോ റെയ്ഡും നടന്നു, ആളുകളെ അറസ്റ്റും ചെയ്തു. അതുപോരെയെന്ന് വേദ ചോദിക്കുന്നു. അത് മാത്രം മതിയോ? അറസ്റ്റ് ചെയ്ത ദേവരാജനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറും മുമ്പേ ഇറങ്ങിപ്പോയി. അതറിഞ്ഞോ, മുമ്പ് പലരും അയാളെ റെയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴൊക്കെ തൊണ്ടി മുതൽ പാതി വഴി പിന്നിടുമ്പോഴേക്കും അയാൾ ഗോഡൌണിൽ തന്നെ തിരിച്ചെത്താറുണ്ട്. വലിയ പുള്ളികളെയൊക്കെ കുരുക്കാൻ നോക്കുന്നത് നല്ലതാ, പക്ഷെ അതിനു മുമ്പ് അതിന് വേണ്ടുന്ന വിധത്തിൽ തയ്യാറെടുപ്പ് നടത്തണം. വെറുതെ എടുത്തു ചാടിയിട്ട് എന്താ കാര്യം? കുറച്ചു കാലത്തെ തൊഴിലനുഭവമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള റിസ്ക് എടുക്കുമ്പോൾ ആലോചിക്കണം, അത്രമാത്രമെന്ന് തരുണും പറയുക. അവർ മുഖേന സമൂഹത്തിനുണ്ടാവുന്ന റിസ്കിനെ പറ്റിയേ ഞാൻ ആ സമയത്ത് ആലോചിച്ചുള്ളൂ.
എന്ന് വേദ പറയുമ്പോഴേക്കും സ്റ്റെയർ കേസ് ഇറങ്ങി വരികയായിരുന്ന ഗൗരിയും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവളെ ശ്രദ്ധിക്കുമ്പോഴേക്കും അവൾ താഴോട്ട് ഇറങ്ങി വന്ന്, നിങ്ങൾ എന്റെ റിസ്ക് ഒഴിവാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക, ആദ്യം അത് പറ എന്ന് വിരൽ ചൂണ്ടി പറയുക. അത് കേട്ട് തരുണും, റിസ്കോ? എന്ത് റിസ്കാ മോൾക്കുള്ളതെന്ന് തരുൺ ചോദിക്കുന്നുണ്ട്. എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു ശ്രദ്ധയുമില്ല, അതുകൊണ്ടുള്ള റിസ്ക് എന്ന് ഗൗരി. ആഹാ, അപ്പൊ അച്ഛന്റെ ശ്രദ്ധയില്ലേന്ന് തരുൺ ചോദിക്കെ. കുറച്ചുണ്ടെന്ന് ഗൗരി. വേദയും അവളുടെ അരികിലേക്ക് ചെന്ന്, അമ്മ കാരണം മോൾക്ക് എന്ത് റിസ്കാ ഉണ്ടായത്, അത് പറ, ഇനി അത് പരിഹരിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് ചോദിക്കെ. നാളെ UKG-യിലേക്ക് പോകുമ്പോ സ്റ്റോറി ചാർട്ട് കൊണ്ടുപോകണ്ടേ, അത് റെഡിയാക്കി വെച്ചോന്ന് ഗൗരി ചോദിക്കുക. അതൊക്കെ എപ്പോഴേ റെഡിയാക്കി എന്ന് വേദ പറയെ. എന്നിട്ട് എവിടെയെന്ന് ഗൗരിയും ചോദിക്കുക. അതൊക്കെ അമ്മ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് മേല് കഴുകി വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് നോക്കാമെന്ന് വേദ പറയുന്നത് ഗുഡ് ഗേൾ എന്ന വേഗം റെഡിയായി വാ എന്ന് സന്തോഷത്തോടെ ഗൗരിയും പറയുന്നു. അപ്പൊ പരാതി തീർന്നോ എന്ന് വേദ ചോദിക്കേ. വീണ്ടും അവൾ ആലോചനയോടെ നിന്ന്, പരാതി എന്താ അച്ഛമ്മ പറയാ എന്ന് ചോദിക്കെ. പരാതി പിൻവലിച്ചു എന്ന് അച്ഛമ്മയും പറയുക. അതെ, പരാതി പിൻവലിച്ചു എന്ന് ഗൗരി പറയേ. ഒരു പരാതിക്കാരി എന്ന് പറഞ്ഞ് വേദയും അവിടുന്ന് പോകും. തരുൺ അവളെ കോരിയെടുത്ത് സോഫയിലേക്ക് ഇരുന്ന്, അപ്പൊ അമ്മയുടെ പരാതി സോൾവ് ആയി, ഇനി അച്ഛൻ എന്താ മോൾക്ക് ചെയ്തു തരേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനൊന്ന് വരട്ടിയാ മതി എന്ന് ഗൗരി പറയേ. ആരെ, അമ്മയെയോ എന്ന് തരുണം. ഏയ്, അമ്മയല്ല, KG2-വിലെ മീന ഫിലിപ്പിനെ എന്ന് ഗൗരി പറയേ. അതൊരു പ്രശ്നക്കാരിയാണോ എന്ന് തരുണും ചോദിക്കും. ആ, ഭയങ്കര പ്രശ്നക്കാരിയാ, പോലീസിന്റെ മോള പറഞ്ഞു, അവൾക്കൊരു പുച്ഛം എന്ന് ഗൗരി പറയേ. ഓ, അത്രേ ഉള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, അവൾക്കൊരു ചോക്ലേറ്റ് ബാർ മേടിച്ചു കൊടുക്കും, അങ്ങനെയാവുമ്പോ അവൾക്ക് മോളോട് വലിയ ഇഷ്ടമോ എന്ന് തരുണും പറയുന്നു. അയ്യടാ, അങ്ങനെ അവളുടെ ഇഷ്ടം എനിക്ക് വേണ്ട, മുഖത്ത് രണ്ടിടി കൊടുത്താ അവൾ അതോടെ തീർന്നു പോവും എന്ന് ഗൗരി വാശിയോടെ പറയുന്നവൾക്ക്. അയ്യോ, ഇടിക്കാനോ എന്ന് തരുണും ചോദിക്കുന്നുണ്ട്. അതെ, ടീച്ചർ വരാൻ പറയുമ്പോ അച്ഛൻ വന്നാ മതി എന്ന് ഗൗരി പറയുമ്പോഴേക്കും സേതുലക്ഷ്മിയും അവളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട്, അച്ഛന്റെ അതേ സ്വഭാവമാ മോൾ എന്നിവർ പറയുന്നത് റൂമിലിരുന്ന വേദയും ശ്രദ്ധിക്കുന്നുണ്ട്. വീണ്ടും സേതുലക്ഷ്മി, അച്ഛന്റെ അതേ തെമ്മാടിത്തരം മോൾക്കും ഉണ്ട് എന്ന് പറയേ. അതങ്ങനെയല്ലേ വരൂ എന്റെ ചക്കര മോള എന്ന് സന്തോഷത്തോടെ തരുണും പറയുകയാണ്. അത് കേൾക്കെ വേദയുടെ മനസ്സിലേക്കും ഗുണ്ടകളെ തല്ലിച്ചതയ്ക്കുന്ന വിക്രത്തിന്റെ മുഖം ഓടിയെത്തുകയാണ്. അപ്പോഴേക്കും ഗൗരി അങ്ങോട്ട് ഓടിയെത്തി അമ്മേ എന്ന് വിളിച്ച് വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വേദ ഒന്നും മിണ്ടാതെ അവളുടെ തലയിൽ തഴുകി നിൽക്കുമ്പോഴേക്കും എന്താ അമ്മേ എന്നവൾ ചോദിക്കുന്നു. വേദ അവളെ ബെഡിലേക്ക് പിടിച്ചിരുത്തി, ഒന്നുമില്ല, ചാർട്ട് റെഡിയാക്കി എടുക്കാനില്ലേ നാളത്തേക്ക്, അമ്മ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞവളെ ചേർത്ത് പിടിക്കുക വേദ. അവിടെ ദേവരാജന്റെ വീട്ടിൽ റിലീസ് കഴിഞ്ഞിറങ്ങിയ ദേവരാജനെ കാണാനായി കതിരേശനും കൂട്ടരും എത്തുകയാണ്. ടെൻഷൻ ആവാതെ സാർ, ഒരു വഴി തീർന്ന മറ്റൊരു വഴിയെന്നല്ലേ എന്നയാൾ പറയേ. എത്ര നഷ്ടമെന്ന് അറിയാമോ, കോടികൾ എന്ന് ദേവരാജനും പറയുന്നുണ്ട്. സാർ, ആ ചരക്കിൽ 30% മാത്രമേ കോടതിക്ക് പോകൂ, ബാക്കിയുള്ളത് തിരിച്ച് നിങ്ങൾക്ക് തന്നെ കിട്ടും, അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും താൻ ചെയ്തിട്ടുണ്ടെന്ന് അയാൾ പറയുകയാണ്. അപ്പൊ ബാക്കിയോ, ആ നഷ്ടമെല്ലാം മാറി നികത്തും എന്ന് ദേവരാജൻ ചോദിക്കേ. അയ്യോ, എന്താ സാറേ ഇത്, ഒരു ചെറിയ നഷ്ടമല്ലേ, കേസൊന്നും വരില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്നയാൾ പറയുമ്പോഴേക്കും ദേവരാജൻ കതിരേശനെ വിളിക്കുക. കതിരേശൻ അങ്ങോട്ട് വരുമ്പോഴേക്കും, ആ സബ് കളക്ടർ ഇല്ലേ, ആ പെണ്ണാരാ, അന്വേഷിച്ചോ എന്ന് ചോദിക്കേ. ഉവ്വ് സാർ, ഡീറ്റെയിൽസ് എല്ലാം കിട്ടി എന്ന് കതിരേശനും പറയുന്നുണ്ട്. കളക്ടറുമായി ഒരു കോംപ്രമൈസിംഗ് സ്റ്റോക്ക് നടത്തുന്നുണ്ട്, അതുവരേക്കും ഒരു സ്റ്റെപ്പും എടുക്കരുതെന്ന് ശരവണനും പറയുകയാണ്. അതുവരെ താൻ ഒന്നും ചെയ്യില്ലെന്നും അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ അയാൾ പൊട്ടിച്ചിരിക്കുകയാ. അവിടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചാർട്ട് റെഡിയാക്കുകയാണ് വേദയും ഗൗരിയും. ചാർട്ടിൽ ഒട്ടിച്ചു കൊടുത്ത ചിത്രങ്ങൾ കാണിച്ച്, മോളെ ഈ ചിത്രങ്ങൾ കണ്ടോ, ഇത് നോക്കിയാ നീ കഥ പറയേണ്ടതെന്ന് വേദ പറയുന്നുണ്ട്. ഇത് നോക്കിയാ എന്ത് കഥയെ പറയാ എന്ന് ഗൗരി ചോദിക്കേ. അത് അമ്മ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറഞ്ഞ് വേദ കഥ പറയാൻ തുടങ്ങുകയാ. ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് വേദ പറയേ. എന്താ രാജാവിന്റെ പേര് എന്ന് ഗൗരി. പേര് വിക്രം എന്ന് വേദ പറയുന്നവർക്ക് വിക്രമോ എന്ന് ഗൗരിയും. അതെ, വിക്രമാദിത്യ മഹാരാജാവ്. ഈ വിക്രമാദിത്യ മഹാരാജാവ് ഒരു ദിവസം ക്ഷേത്ര ദർശനത്തിന് പോയി. അവിടെ അപ്പോ രണ്ടുപേരുടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. ആ കല്യാണ പെണ്ണ് തന്റെ മന്ത്രിയുടെ മകളാണെന്ന് കണ്ട് വിക്രമാദിത്യന് ദേഷ്യം വന്നു. രാജാവ് ആ കല്യാണം മുടക്കാൻ ശ്രമിച്ചു. അത് കണ്ട് അവിടെ തൊഴാൻ വന്ന അയൽ രാജ്യത്തെ രാജകുമാരി അത് തടഞ്ഞു. രാജാവും രാജകുമാരിയും തമ്മിൽ വഴക്കായി എന്ന് വേദ പറയുന്നത് കേൾക്കെ. എന്നിട്ട് എന്തുണ്ടായി, രാജാവ് രാജകുമാരിയെ കൊന്നോ എന്ന് ഗൗരിയും ചോദിക്കുന്നു. ഏയ്, രാജാവ് രാജകുമാരിയുടെ കഴുത്തിൽ ബലമായി താലി കെട്ടി. രാജകുമാരിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. തന്റെ സമ്മതമില്ലാതെ തന്റെ കഴുത്തിൽ താലി കെട്ടിയ രാജാവിനെ പാഠം പഠിപ്പിക്കാനായി രാജകുമാരി അവളുടെ രാജ്യത്തു നിന്ന് ഇറങ്ങി. എന്നിട്ട് വിക്രമാദിത്യന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. പതുക്കെ പതുക്കെ പാവം നമ്മുടെ രാജകുമാരിക്ക് വിക്രമാദിത്യനോടുണ്ടായിരുന്ന ദേഷ്യം മാഞ്ഞുപോയി. അവര് തമ്മിൽ വലിയ ഇഷ്ടത്തിലായി. പക്ഷെ രാജകുമാരിയുടെ ചേട്ടൻ ദുഷ്ടനായിരുന്നു. അയാൾ വിക്രമാദിത്യനെയും രാജകുമാരിയെയും കൊല്ലാൻ അവസരം കാത്തു നടന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ രാജകുമാരിക്ക് ഒരു ഉണ്ണി പിറക്കാറായി. ആ സമയത്ത് ദുഷ്ടനായ ചേട്ടൻ
വിക്രമാദിത്യനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അയാൾ തന്നെയും കൊല്ലുമെന്ന് തോന്നിയപ്പോ രാജകുമാരി ആ നാട് വിട്ടോടി കാടും മലയും താണ്ടി വേറൊരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് സുന്ദരിയായ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന് വേദ പറയുന്നതിൽക്കെ അപ്പോ രാജാവ് എന്ന് ഗൗരിയും ചോദിക്കുക. രാജാവിനെ അവരെല്ലാവരും കൂടി തടവിലാക്കി എന്ന് വേദ പറയുന്നതുകൾക്ക് അയ്യോ, അപ്പൊ ഇനി രാജാവ് രാജകുമാരിയെയും കുഞ്ഞിനെയും കാണാൻ വരില്ലേ എന്ന് ഗൗരി ചോദിക്കുക. വരും, കുഞ്ഞു വലുതാവുമ്പോ തടവറ തകർത്ത് രാജാവ് വരും എന്നവൾ പറയുന്നതുകൾക്ക് രാജകുമാരിയുടെ പേരെന്താ എന്ന് ഗൗരി ചോദിക്കുക. അത് വേതാളം എന്ന് വേദ പറയേ. അപ്പൊ കുഞ്ഞിന്റെയോ എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. അത് മോൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ എന്ന് വേദ പറയുന്നതുകൾക്ക് ആ കുട്ടി കുറുമ്പിയാണോ എന്ന് ഗൗരി ചോദിക്കുന്നു. അത്യാവശ്യം എന്ന് വേദ ചിരിയോടെ പറയേ. എന്നാ ആ കുട്ടിയുടെ പേര് അനീഷ പെയ്ക്കെന്നിടാം. ക്ലാസ്സിലെ ഏറ്റവും കുറുമ്പ് അവൾക്കാണെന്ന് ഗൗരി പറയുന്നു ചിരിയോടെ. അത് വേണ്ട, ആ കുട്ടിക്ക് വിഷമമായാലോ എന്ന് വേദയും. രാജകുമാരിയും കുട്ടിയും ഇപ്പോൾ ഉള്ളത് നല്ല ആളുകളുടെ അടുത്തല്ലേ എന്ന് ഗൗരി ചോദിക്കേ. പിന്നെ നല്ല ആളുകളുടെ അടുത്താ എന്ന് വേദയും. അപ്പൊ ദുഷ്ടന്മാർ ഇനിയും പിടിക്കാൻ വന്നാലോ എന്ന് ഗൗരി ചോദിക്കുന്നത് കേട്ടുകൊണ്ട് മുകളിലേക്ക് കയറി വരികയായിരുന്ന സേതുലക്ഷ്മിയും രാജകുമാരിയും കുട്ടിയും വന്നിരിക്കുന്നതേ ഒരു വലിയ ചക്രവർത്തിയുടെ കോട്ടയിലേക്കാ. അവിടെ എത്ര കൊടിയ ദുഷ്ടന്മാർ വന്നാലും ചക്രവർത്തി അവരെ തോൽപ്പിച്ചോടിച്ചോളും. മതിയോ എന്ന് സേതുലക്ഷ്മി ചോദിക്കേ. ഓ എന്ന് ഗൗരിയും. മോൾക്ക് കഥ ഇഷ്ടമായോ എന്നവർ ചോദിക്കേ. ഓ എന്ന് പറഞ്ഞ് ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ ചിത്രങ്ങളൊക്കെ നോക്കി ക്ലാസ്സിൽ ഉഗ്രനായിട്ട് പ്രസന്റ് ചെയ്യും, ഫസ്റ്റ് വാങ്ങും എന്ന് ഗൗരി സന്തോഷത്തോടെ പറയുന്നു. മിടുക്കിക്കുട്ടി, ഇനി നമുക്കിതൊക്കെ എടുത്തു വെക്കണ്ടേ സ്കൂളിൽ കൊണ്ടുപോകാൻ ചെല്ലെന്ന് പറയുമ്പോഴേക്കും ഗൗരി അത് എടുത്തു വെക്കാനായി ചെല്ലുകയാ. വേദയും അവളോടായി മോളെ അമ്മ എടുത്തു വെച്ചോളാം എന്ന് വേദ പറയുമ്പോഴേക്കും ഗൗരി താഴോട്ടിറങ്ങി പോവുകയാണ്. വേദയും അവളുടെ പുറകെ താഴോട്ടിറങ്ങി പോകുമ്പോഴേക്കും സേതുലക്ഷ്മിയും അവരെ തന്നെ നോക്കി നിൽപ്പാ.